ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്റർപ്രൈസസ് ആയ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ തസ്തികകളിലായിട്ട് ഏകദേശം 200 മുകളിൽ ഒഴിവുകളുമായി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അത് വരുന്നത് സയന്റിഫിക് അസിസ്റ്റന്റ്, നോൺ ടെക്നിക്കൽ ആൻഡ് ഫയർ പേഴ്സൺ, ഡ്രൈവർ കം ഫയർ ഓപ്പറേറ്റർ എന്നീ ഒഴിവുകളൊക്കെ നിരവധി അവസരങ്ങളും മറ്റുള്ള നിരവധി തസ്തികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിവിധ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരം തന്നെയായിരിക്കും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്കേതായാലും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ തന്നെ എന്തെല്ലാം യോഗ്യതകളാണ് ഇപ്പോൾ വേണ്ടത്, അതുപോലെ ഇതിന്റെ ഏജ് ലിമിറ്റ്, അതുപോലെ എന്നാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. മിനിസ്ട്രി ഓഫ് പവറിന് കീഴിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് വിവിധ തസ്തികകളിലായിട്ട് ഏകദേശം 206ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നല്ലൊരു അവസരം തന്നെയായിരിക്കും. ഇതിലേക്ക് ശമ്പളം പറയുന്നത് 21,700 മുതൽ 44,900 വരെ ശമ്പളം ലഭിക്കാവുന്ന തസ്തിക തന്നെയാണ്. പെർമനന്റ് ബേസ് ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അപ്പം നല്ലൊരു അവസരത്തിൽ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ കൊടുക്കാതെ നിങ്ങൾക്ക് നല്ല ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. 3/11/2020 മുതലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് 24/11/2020 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വരുന്ന പോസ്റ്റുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്നത് ആദ്യം സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓർ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്നത് മെക്കാനിക്കൽ കാറ്റഗറിയിൽ 65 വേക്കൻസി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 24 വേക്കൻസി, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 7 വേക്കൻസി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 24 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. പിന്നെ വരുന്നത് സയന്റിഫിക് അസിസ്റ്റന്റ് സയൻസ് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് BSc കെമിസ്ട്രി എടുത്ത ആളുകൾക്ക് 15 വേക്കൻസി ഉണ്ട്, ഫിസിക്സ് എടുത്ത ആളുകൾക്ക് 15 വേക്കൻസി. പിന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് സേഫ്റ്റി സൂപ്പർവൈസർ തസ്തികയിലേക്ക് 4 വേക്കൻസി, സിവിൽ ആണെങ്കിൽ 3 വേക്കൻസി. പിന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് B ആണെങ്കിൽ സിവിൽ 14 വേക്കൻസി, മെക്കാനിക്കൽ 3 വേക്കൻസി, ഇലക്ട്രിക്കൽ 1 വേക്കൻസി, ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓരോരോ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് HR 1, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 4 വേക്കൻസി, പിന്നെ CNMM എന്ന് പറഞ്ഞ് 5 വേക്കൻസി, സ്റ്റെനോ ഗ്രേഡ് 6 വേക്കൻസി, സബ് ഓഫീസർ B 1 വേക്കൻസി, ലീഡിംഗ് ഫയർമാൻ 3 വേക്കൻസി, ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ കം ഫയർമാൻ തസ്തികയിലേക്ക് 10 വേക്കൻസി. മൊത്തം 206 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുന്ന ശമ്പള സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി 1 നമ്മൾ പറഞ്ഞു സ്റ്റൈപ്പൻഡറി ട്രെയിനിയോ സയന്റിഫിക് അസിസ്റ്റന്റ് പറഞ്ഞു. അത് 2 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അതിനുശേഷം ട്രെയിനിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഡ്യൂറിങ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് 16,000 രൂപ സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. സെക്കൻഡ് ഇയർ 18,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ്. അതിനുശേഷം നിങ്ങൾ സയന്റിഫിക് അസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 35,400 ആയിരിക്കും ശമ്പളം ലഭിക്കുക. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. പിന്നെ കാറ്റഗറി 1 സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് സയന്റിഫിക് അസിസ്റ്റന്റ് സയൻസ് ഗ്രാജുവേറ്റ്സിനും ഇതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് C എന്ന് പറയുന്ന തസ്തിക നമ്മൾ പറഞ്ഞു. അതിലേക്ക് വരുന്നത് ഇനീഷ്യൽ പേ 44,900 ആയിരിക്കും. അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് B ആണെങ്കിൽ 35,400 ആയിരിക്കും. സയന്റിഫിക് അസിസ്റ്റന്റ് ഗ്രേഡ് 1 HR ഫിനാൻസ് അക്കൗണ്ട്സ് മറ്റുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് നമ്മൾ പറഞ്ഞു. അതിലേക്ക് വരുന്നത് ലെവൽ 4 ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്. പിന്നെ സബ് ഓഫീസർ B തസ്തികയിലേക്ക് 35,400 ആയിരിക്കും സ്റ്റാർട്ടിംഗ് ശമ്പളം. ലീഡിംഗ് ഫയർമാനിലേക്ക് 25,500 ആയിരിക്കും ശമ്പളം. പിന്നെ പറഞ്ഞു നമ്മൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ പറഞ്ഞു. അതിലേക്ക് 21,700 ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 to 25 ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാറ്റഗറി 1. കാറ്റഗറി 1ഉം
അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് വരുന്നത് സി വരുന്നത് 35, 18-35. സയന്റിഫിക് അസിസ്റ്റന്റ് ബി വരുന്നത് 18-30. അസിസ്റ്റന്റ് ഗ്രേഡ് 1 HR വരുന്നത് 18-28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ സബ് ഓഫീസർ 40 വയസ്സ് വരെയും ലീഡിംഗ് ഫയർമാൻ 32 വയസ്സ് വരെയും മറ്റുള്ള ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്ററും 27 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് ക്വാളിഫിക്കേഷന്റെ കാര്യമാണ്. ഇതിലേക്ക് ഒന്ന് കാറ്റഗറി 1 നമ്മൾ പറഞ്ഞു സ്റ്റൈപ്പൻഡറി ട്രെയിനി ഓർ സയന്റിഫിക് അസിസ്റ്റന്റ് പറഞ്ഞു. അത് ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത് ഡിപ്ലോമ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ദ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഷുഡ് ബി ഓഫ് 3-year ഡ്യൂറേഷൻ ആഫ്റ്റർ SSC ഓർ HSC. അപ്പൊ നമുക്ക് ഡിപ്ലോമ 3 വർഷത്തെ റെഗുലർ ആയിട്ടുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ പറഞ്ഞ ഷുഡ് ഹാഡ് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട് എയ്തർ SSC ഓർ അറ്റ് SSC ലെവൽ എക്സാമിനേഷൻ. അപ്പൊ ഇതിലേക്ക് പറഞ്ഞ ഡിപ്ലോമ 60% ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് 60% കുറയാത്ത ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞു സയൻസ് ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ കെമിസ്ട്രി BSc കെമിസ്ട്രി ഫിസിക്സ് പറഞ്ഞു. BSc വിത്ത് മിനിമം 60% മാർക്ക്. BSc ഷാൽ ബി വിത്ത് ഫിസിക്സ് ആസ് പ്രിൻസിപ്പൾ ആൻഡ് കെമിസ്ട്രി ഓർ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട BSc ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലസ് ടു ലെവൽ മാത്തമാറ്റിക്സ് പഠിച്ച ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് 160 സെന്റിമീറ്റർ, മിനിമം വെയിറ്റ് 45 കിലോ വെയിറ്റും അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ BSc ഫിസിക്സും അതുപോലെ തന്നെയാണ്, ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. സേഫ്റ്റി സൂപ്പർവൈസർ വരുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ BSc 1 year ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, മിനിമം 50% മാർക്ക് ഇൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ BSc. അതുപോലെ തന്നെ സിവില് പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതുമായി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് ബി തസ്തികയിലേക്ക് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഇൻ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3 year ആഫ്റ്റർ SSC HSC. അത് ഡിപ്ലോമ അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് HR ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് ഓർ കൊമേഴ്സ് ഓർ ആർട്സ് വിത്ത് മിനിമം 50% മാർക്ക്. അസിസ്റ്റന്റ് ഗ്രേഡ് 1 വരികയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സ് വിത്ത് മിനിമം 50% മാർക്ക്. അപ്പോൾ BCom ഒക്കെ എടുത്ത ആൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അസിസ്റ്റന്റ് ഗ്രേഡ് 1 പറയുന്നത് സയൻസ് എടുത്ത് ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് എടുത്ത ആൾക്ക് അതാണ് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓർ കൊമേഴ്സ് വിത്ത് മിനിമം 50% മാർക്ക്. പിന്നെ സ്റ്റെനോ ഗ്രേഡ് 1 പറയുന്നുണ്ട്, അതിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് മിനിമം 50% മാർക്ക്. പിന്നെ സബ് ഓഫീസർ ഓർ ബി തസ്തികയിലേക്ക് വരുന്നത് +2 ഉണ്ടായിരിക്കുക സയൻസ് കെമിസ്ട്രി ഓർ ഈക്വലന്റ് വിത്ത് 50% മാർക്ക് പ്ലസ് പാസ്ഡ് സബ് ഓഫീസർ കോഴ്സ് ഫ്രം നാഷണൽ ഫയർ സർവീസ് കോളേജ്. പിന്നെ ലീഡിംഗ് ഫയർമാൻ ആണെങ്കിൽ +2 ആണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ആണെങ്കിൽ HSC ഉണ്ടായിരിക്കുക, +2 ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ വരികയാണെങ്കിൽ കാറ്റഗറി 1 നമ്മൾ പറഞ്ഞിരുന്നു. ആ കാറ്റഗറി 1ലേക്ക് വരുന്നത് റിട്ടൺ എക്സാമിനേഷൻ പ്ലസ് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. OMR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന്റെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റ് തസ്തികകളിലേക്കും അതുപോലെ തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള അവസാന തീയതി മറക്കാതിരിക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 24/11/2020 അതിന് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ഉള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.